നമസ്കാരം. രാജ്യത്ത് പുതിയ പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ലഘൂകരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2019 ചട്ടങ്ങൾ അതിലൊരു മാറ്റം വരുത്താനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ വിദഗ്ധ സമിതിയെ നിയമിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചട്ടങ്ങൾ ഫലപ്രദമാണോ എന്ന് ഭാരത പെട്രോളിയം മുൻ ഡയറക്ടർ സുക്മൽ ജെയിനിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കും. ഇലക്ട്രോണിക് ചാർജിംഗ് സ്റ്റേഷനുകൾ, CNG പോലുള്ള പുനരുപയോഗ ഇന്ധനങ്ങൾ എന്നിവയുടെ വ്യാപനവും സമിതി പരിശോധിക്കും. പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നതിനുള്ള 2019 ചട്ടങ്ങൾ നടപ്പിലാക്കിയത് സമിതി വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. നിലവിലെ ചട്ടങ്ങളിലെ പോരായ്മകൾ കണ്ടെത്തുക, വിപണിയിൽ ഊർജ്ജ സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുക, അതോടൊപ്പം തന്നെ ഡീകാർബണൈസേഷൻ വേഗത്തിലാക്കുക, ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ, ബദൽ ഇന്ധനങ്ങൾ എന്നിവയുടെ പ്രോത്സാഹനം തുടങ്ങിയവയും സമിതി പരിശോധിക്കും. ഇക്കാര്യത്തിൽ കമ്പനികൾക്കും പൊതുജനങ്ങൾക്കും ഓഗസ്റ്റ് 20 അഭിപ്രായങ്ങൾ സമർപ്പിക്കാമെന്ന് മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. നിലവിലെ നിയമം എന്താണ് പറയുന്നത്? എണ്ണ പരിവേഷണം, ശുദ്ധീകരണം, വാതക പൈപ്പ്ലൈൻ, LNG ടെർമിനൽ തുടങ്ങിയ മേഖലകളിൽ കുറഞ്ഞത് 250 കോടി ആസ്തിയുള്ള കമ്പനികൾക്കെല്ലാം പെട്രോൾ, ഡീസൽ എന്നിവ റീറ്റെയിൽ വിപണിയിൽ വിൽക്കാൻ അനുമതി കിട്ടി. ഇത്തരം കമ്പനികൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ 100 ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. ഇതിൽ 5% ഗ്രാമീണ മേഖലയിൽ ആയിരിക്കണമെന്ന് ചട്ടം പറയുന്നുണ്ട്. ലൈസൻസ് കിട്ടി 3 വർഷത്തിനുള്ളിൽ ഒരു EV ചാർജിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ CNG, LNG ഫില്ലിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്ന് നിബന്ധനയുണ്ട്. 500 കോടി രൂപ ആസ്തിയുള്ള കമ്പനികൾക്ക് ചില്ലറ മൊത്ത വിതരണ ലൈസൻസ് ലഭിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ വിപണികളിലൊന്നായ ഇന്ത്യയിലെ ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കാൻ ആഗോള കമ്പനികൾ അടക്കമുള്ള വമ്പന്മാർ ഏറെ കാലമായി കാത്തിരിക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ ഭൂരിഭാഗവും പൊതുമേഖലാ കമ്പനികളുടെ നിയന്ത്രണത്തിലാണ്. 40,666 ഔട്ട്ലെറ്റുകളുമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് മുന്നിൽ നിൽക്കുന്നത്. ഭാരത് പെട്രോളിയത്തിന് 23,959 ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് 23,901 എന്നിങ്ങനെയാണ് ഔട്ട്ലെറ്റുകളുള്ളത്. റിലയൻസ്, അതോടൊപ്പം തന്നെ നയാര എനർജി, ഷെൽ തുടങ്ങിയ സ്വകാര്യ കമ്പനികളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. റിലയൻസിന് 1991, നയാരയ്ക്ക് 6,763, ഷെല്ലിന് 355 ഔട്ട്ലെറ്റുകളാണുള്ളത്. ഇതിൽ പല കമ്പനികളും പ്രവർത്തനം വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ്. അദാനിയുടെ നേതൃത്വത്തിലുള്ള ടോട്ടൽ എൻജിൻസ്, പൂമ എനർജി, സൗദിയിലെ ആരംകോ തുടങ്ങിയ കമ്പനികൾ ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നുവരാനും തയ്യാറെടുക്കുകയാണ്. രാജ്യത്ത് 1500 ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കാൻ 2018 അദാനി ഗ്രൂപ്പ് അപേക്ഷ നൽകിയിരുന്നു. രാജ്യത്ത് കൂടുതൽ പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നത് ഗതാഗത രംഗത്ത് വലിയ മാറ്റമുണ്ടാകുമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിൽ ഇന്ധനം നിറയ്ക്കാനുള്ള കാത്തിരിപ്പ് കുറയ്ക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് വഴിവെക്കും. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.